കൊല്ലം ഇരവിപുരത്തെ സ്ഥാനാർത്ഥിയെ ചൊല്ലി RSPയിൽ തർക്കം തുടരുകയാണ്. RSP സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതുവരെയും തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമെന്നാണ് അറിയിച്ചത്. മകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടിൽ NK പ്രേമചന്ദ്രനും അനുവദിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിബു ബേബി ജോൺ പക്ഷോ. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, വീണ്ടും കമ്മിറ്റി ചേർന്നോ? ശ്യാം, വീണ്ടും സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് രാവിലെ മുതൽ ആരംഭിച്ചു. എന്നാൽ അതിലൊരു തീരുമാനം ഇരവിപുരത്തിൻ്റെ കാര്യത്തിൽ എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കണമെന്നാണ് NK പ്രേമചന്ദ്രൻ്റെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. കാർത്തിക് പ്രേമചന്ദ്രന് വലിയ പിന്തുണയും ഈ യോഗത്തിൽ ലഭിച്ചിരുന്നു. എന്നാൽ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതാണ് ഷിബു ബേബി ജോൺ പക്ഷത്തിൻ്റെ തീരുമാനം. എന്തായാലും ഇരവിപുരത്തിൽ ആദ്യം ഉയർന്നു കേൾക്കുന്ന പേരുകളായിരുന്നു കാർത്തിക് പ്രേമചന്ദ്രനും അതോടൊപ്പം തന്നെ പിന്നീട് മണ്ഡലം കമ്മിറ്റി തിരഞ്ഞെടുപ്പിലൊക്കെ ഗോപകുമാർ, MS ഗോപകുമാർ അടക്കമുള്ള പേരുകൾ ഉയർന്നു വന്നിരുന്നു. അതിനു പിന്നാലെയാണ് പിന്നീട് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും 5 പേരുകൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊടുക്കുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അത് പരിഗണിക്കുന്ന 2 പേരുകൾ കാർത്തിക് പ്രേമചന്ദ്രനും ഗോപകുമാറിൻ്റെയും പേരുകൾ അടക്കമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായത്. അതിനു പിന്നാലെ ഒരു സമവായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലായി. അതായത് 2 പേർക്കും യോജിച്ച് പോകാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആവണമെന്നുള്ളതാണ്. എന്നാൽ കാർത്തിക് പ്രേമചന്ദ്രന് പിന്തുണ ലഭിക്കുമ്പോൾ തന്നെ RYOF-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ്റെ പേരാണ് ഇപ്പോൾ ഈ സമവായ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. ആ പേരും പരിഗണനയിലാണ്. എന്തായാലും ഈ പേരുകളിൽ ഏതായിരിക്കും ഇരവിപുരത്തേക്ക് വരിക എന്നുള്ളതിലാണ് ഒരു തർക്കം നിലനിൽക്കുന്നത്. കാർത്തിക് പ്രേമചന്ദ്രൻ്റെ തന്നെ വേണം എന്നുള്ള ഒരു ആവശ്യം അതൊരു വിഭാഗം ഇങ്ങനെ ഉയർത്തുന്നുണ്ട്. അതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം നമുക്ക് കൃത്യമായും മനസ്സിലാകും. NK പ്രേമചന്ദ്രൻ്റെ മകനെ രാഷ്ട്രീയ രംഗത്തിലേക്ക് ഇറക്കി ആ സീറ്റ് ഒന്നുകൂടെ ഉറപ്പിക്കുവാനുള്ള ഒരു തത്രപ്പാടിലാണ് NK പ്രേമചന്ദ്രൻ. അതിനുവേണ്ടിയുള്ള ആദ്യമേയുള്ള പ്രചാരണം ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ തുടർന്നു വന്നത്. ഈ RSPയുടെ നേതാക്കളൊക്കെ ഇതിനെ എതിർത്ത് ആദ്യഘട്ടത്തിൽ സംസാരിച്ചിരുന്നെങ്കിലും പിന്നീട് ലിസ്റ്റിൽ ഈ പേര് ഉൾപ്പെടുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ ഈ പേര് ചർച്ചയ്ക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നേതാക്കളൊക്കെ യോഗത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഇരവിപുരം സീറ്റിനെ സംബന്ധിച്ചിടത്തുള്ള തർക്കമാണ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചവറയിലൊക്കെ നേരത്തെ തന്നെ ഷിബു ബേബി ജോൺ സ്വയം തന്നെ പ്രഖ്യാപിച്ചിരുന്നു താനായിരിക്കും ചവറയിൽ മത്സരിക്കുക എന്നുള്ള കാര്യമൊക്കെ. അത്തരത്തിൽ RSPക്ക് ഈ സീറ്റുകൾ എന്ന് പറയുന്നത് 5 സീറ്റുകളുണ്ട്. അതിൽ 3 കൊല്ലത്ത്. ഈ കൊല്ലത്തുള്ള സീറ്റുകളിലാണ് ഇത്തരത്തിലൊരു തർക്കം തുടർന്നു വരുന്നത്.